പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകണം. ലൈംഗിക അതിക്രമ കേസിൽ നടൻ ഇടവേള ബാബു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. സൈഫുനിസ അലിയാർ ചേരുന്നു കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സൈഫുനിസ, ഇപ്പോൾ എത്ര സമയമായി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട്? എപ്പോഴാണ് ഇടവേള ബാബു ചോദ്യം ചെയ്യലിന് ഹാജരായത്? ഇന്നലെ മുകേഷിനെ 3 മണിക്കൂറാണ് SIT ചോദ്യം ചെയ്തത്. ഇടവേള ബാബുവിനെതിരെ 2 ആരോപണങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര മണിക്കൂർ തുടരുമെന്ന് ഉറപ്പില്ല. ഇപ്പോൾ എത്ര സമയമായിരിക്കുന്നു ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ട്? അരുൺകുമാർ, 15 മിനിറ്റ് മുൻപാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസായ തീരദേശ ആസ്ഥാന പോലീസിന്റെ കാര്യാലയത്തിലേക്ക് ഇടവേള ബാബു എത്തിയത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. AIG ജി പൂങ്കുഴലി ഇടവേള ബാബു എത്തിയതിന് പിന്നാലെയാണ് ഈ ഓഫീസിലേക്ക് എത്തിയത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് അവർ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്ന മുറിയിലേക്ക് കയറിയത്. ചോദ്യം ചെയ്യൽ ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആലുവയിലെ നടിയുടെ പരാതിയിലാണ് ഈ ഇടവേള ബാബുവിനെതിരെ പോലീസ് കേസെടുത്തത്. സെൻട്രൽ പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തത്. AMMയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് AMMA ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇടവേള ബാബു അയാളുടെ ഫ്ളാറ്റിലേക്ക് വിളിപ്പിക്കുകയും അതിനുശേഷം ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചു എന്നുമാണ് ഈ നടിയുടെ പരാതി. ഈ കേസിൽ നടി രഹസ്യമൊഴി നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇടവേള ബാബു മുൻകൂർ ജാമ്യം തേടുകയും മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തു. പിന്നാലെയാണ് അന്വേഷണ സംഘം ഇടവേള ബാബുവിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇടവേള ബാബു ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഇവിടെ തീരദേശ പോലീസ് ആസ്ഥാനമായ ഈ മറൈൻ ഡ്രൈവിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലേക്ക് എത്തിയത്. ഇവിടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അരുൺകുമാർ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സൈഫുനിസ അലിയാരാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള ബാബു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ഇടവേള ബാബു SITയുടെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി AIG പൂങ്കുഴലിയുടെ മുന്നിലേക്ക് ചോദ്യമുനയിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം എപ്പോഴാണ് ഇടവേള ബാബു പുറത്തിറങ്ങുന്നത് എന്നതിന്.